ഇത് നമ്മുടെ ഭൈരവന്. ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു മർജാര സിംഹം. ആദ്യമൊക്കെ ശത്തൻ്റെ ആധാരത്തിലുള്ള വേലിക്കകത്ത് കയറാൻ പോലും ശത്തൻ സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ ഈ സടയില്ലാത്ത സിംഹത്തിൻ്റെ എല്ലും തോലും കണ്ട് കഷ്ടം തോന്നി ശത്തൻ കാണാതെ ഇച്ചിരി വെള്ളമൊക്കെ തിന്നാൻ കൊടുത്ത് മെല്ലെ ആ മർജാര കാലടികൾ അടുക്കള വാതിൽ വരെ എത്തി. ഇപ്പോൾ വിശപ്പെന്ന് കണ്ടു കഴിഞ്ഞാൽ കക്കാനും മോട്ടിക്കാനും ഒന്നും മെനക്കെടാതെ ഇങ്ങോട്ട് വെച്ച് പിടിക്കും. ഇവിടെ ആണെങ്കിലും ഹൗസ് ഓണർ കണ്ട് എറിഞ്ഞോടിക്കും. അപ്പോൾ പോയി ഏതെങ്കിലും വാഴച്ചോട്ടിലോ ചേമ്പിൻ്റെ ചോട്ടിലോ ഒക്കെ പോയി കിടന്ന് മനോവ്യഥ തീർക്കുന്ന കാണാം. സ്വയം പഴിക്കും ഒരു അനാഥനായി ജനിക്കേണ്ടി വന്നതിൽ. പക്ഷേ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. നാട്ടിലുള്ള സകല പൂച്ചകളെയും നാട് കടത്തി സ്വയം രാജാവായിട്ട് പ്രജകളായി നാട് മുഴുവൻ കുറേ ഭാര്യമാരും കുറച്ച് ഭൈരവൻ കുഞ്ഞുങ്ങളും. നാട്ടിലെങ്ങോട്ട് നോക്കിയാലും ഭൈരവൻ്റെ ഫോട്ടോ കോപ്പികളാണ്. എന്ന് വെച്ചാൽ നാട് മുഴുവൻ സംബന്ധവും കെട്ടിയോളും കുട്ടിയോളും. വയസ്സും പ്രായമൊക്കെ ആയി എവിടെയെങ്കിലുമൊക്കെ നടങ്ങി ഒതുങ്ങി കിടക്കണമെന്നില്ല. എപ്പോഴും ഗുസ്തിയാണ്. ആരെങ്കിലുമൊക്കെ ആയിട്ട് ഗുസ്തി പിടിച്ചില്ല അവനൊക്കത്തില്ല. അങ്ങനെ ഒരു ഗുസ്തിക്ക് മധ്യസ്ഥം വഹിക്കാനാണ് ശത്തൻ ഒരിക്കൽ വീടിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടിയത്. ഭൈരവൻ്റെ ദേഹം മുഴുവനും പാടുകളാണ്. മുറിവിന് മരുന്നിടാനൊന്നും നിന്നാരത്തില്ല. മനുഷ്യന്മാർ തൊടുന്നത് അലർജിയാണ് പോലും. എന്നാലും ഒത്തു കിട്ടിയാൽ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഞാൻ തൂക്കി കൊടുക്കും. ശത്തനോട് വലിയ മമതയൊന്നുമില്ല. വരുക, വന്ന് ഡീസൻ്റായിട്ട് ഇച്ചിരി ആഹാരം ചോദിക്കുക, കഴിക്കുക, സ്ഥലം വിടുക.